ദേ ഈ കാണുന്നത് 1.5 ഇഞ്ച് വരുന്ന ചെറിയ സൈസ് ടൈഗർ ഓസ്കാറുകളാണ്. നമ്മുടെ ആൽബിനോകളെ വാങ്ങിയ ആ ഒരു സമയത്ത് തന്നെ ഞാൻ വാങ്ങിയതാണ്. ഇൻഡോർ വെച്ച് ജസ്റ്റ് ക്വാറന്റൈൻ ചെയ്ത് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ കണ്ടീഷനാക്കി എടുത്തതാണ്. ഒരു ചെറിയ സൈസാണ്, 1.5 ഇഞ്ചാണ് സൈസ് വരുന്നത്. അപ്പോൾ രണ്ടുപേരെയും കൂടി നമ്മൾ ടബിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ്. ഈ ഒരു സൈസ് വരുന്നതിനൊക്കെ നമ്മൾ ഫാമുകളിൽ നിന്നൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 25 രൂപ 30 രൂപയ്ക്കൊക്കെ കിട്ടും. പക്ഷേ അക്വേറിയം ഷോപ്പുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 40 രൂപയൊക്കെ മിനിമം പ്രൈസ് വരാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വാങ്ങിയത് ടൈഗർ ഓസ്കാറുകളായിരുന്നു. അവർ രണ്ടെണ്ണം കുറച്ച് വലിയ സൈസാണ്. അവരെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലേക്കാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് നമ്മൾ ആൽബിനോ ഓസ്കാറുകളെ വാങ്ങുന്നത്. അവരിപ്പോഴും ഇൻഡോർ തന്നെയാണ് ഇരിക്കുന്നത്. അവരുടെ വീഡിയോ ആണ് നമ്മൾ 2-3 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റുന്നതാണ്. ഔട്ട്ഡോർ ടാങ്ക് ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല. സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുകൂടാതെയാണ് ഈ 2 ചെറുത് നമ്മുടെ കയ്യിലുള്ളത് ടൈഗർ ഓസ്കാറുകൾ. അപ്പോൾ ഇവരെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്, ഇവർ ചെറിയ സൈസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ടബ്ബുകളിൽ ഇടാൻ കുറച്ച് നാൾ. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ടബ്ബ് ഡാമേജ് ആയി എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ സിലിക്കോൺ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങാനായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിലേക്ക് നമുക്ക് വെള്ളം നിറച്ചിട്ട് ഇവരെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൊണ്ടുവന്നതിന് ശേഷം ഇവർ ക്വാറന്റീനിലായിരുന്നു കുറച്ച് ദിവസം. അതിന് ശേഷം നമ്മൾ ഈ ഒരു ടബ്ബ് ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു കുറച്ച് ദിവസം നമ്മൾ നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുത്ത് കണ്ടീഷൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പാറ്റേണും കാര്യങ്ങളൊക്കെയാണ്. വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഫുഡ് നമ്മൾ ആവശ്യത്തിനാണ് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് കൊടുക്കുന്നത് മൊത്തം ഇവർ കഴിച്ചു തീർക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നല്ല പെയറായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറയാറുള്ളത് പോലെ അധികകാലം നമ്മൾ ഇൻഡോർ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇൻഡോർ വെക്കുമ്പോൾ മീനുകൾക്ക് പല ഇഷ്യൂസ് വരുന്നതായിട്ട് ഞാൻ മുമ്പ് പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഔട്ട്ഡോർ മാറ്റാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ മുമ്പ് വാങ്ങിയിട്ടുള്ള ഓസ്കാറുകളെല്ലാം കുറച്ച് സൈസുള്ള കുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ സൈസ് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. ചെറിയ സൈസിൽ നിന്ന് വളർത്തി വലുതാക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചലഞ്ചാണ്. കാരണം ചെറിയ സൈസുള്ള മീനുകൾക്ക് എപ്പോഴും പെട്ടെന്ന് അസുഖങ്ങൾ വരാനും അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ചേഞ്ച് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ ബാധിക്കും. അതുപോലെ തന്നെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ് ചെറിയ സൈസ് ആകുമ്പോൾ. പിന്നെ നമ്മൾ തീരെ ചെറിയ സൈസിനെ വളർത്തി വലുതാക്കുമ്പോൾ ആ കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം വാല്യുബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇവരുടെ വളർച്ചയും ബിഹേവിയറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടോട്ടൽ ഉള്ളത് 4 ടൈഗർ ഓസ്കാറുകളും പിന്നെ 2 ആൽബിനോകളുമാണ്. ആൽബിനോകളെ 2 എണ്ണത്തിനെയും കൂടി അഡീഷണൽ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പിന്നീട് ഔട്ട്ഡോർ ടാങ്കൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം വാങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. ജസ്റ്റ് 4 ടൈഗറും അതുപോലെ തന്നെ 4 ആൽബിനോകളും നമ്മുടെ കളക്ഷനിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ കാണുന്ന ടബിലേക്കാണ് നമ്മൾ ഇവരെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ടബിനെ കുറിച്ചാണ് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇത് ഡാമേജ് ആയിട്ടുള്ള ടബ്ബായിരുന്നു. ഇതിൻ്റെ ആ ഭാഗം കണ്ടില്ലേ സ്ട്രൈറ്റ്, അവിടെ ചെറിയൊരു 2 ഇഞ്ച് നീളത്തിൽ ക്രാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ സിലിക്കോൺ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ നല്ല ഹാർഡായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വെള്ളം നിറച്ചൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ ബോണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം. ഞാൻ സിലിക്കോൺ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ അറിയാം ഇതുപോലുള്ള ക്രാക്ക് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് അടയ്ക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തത്. കാരണം ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ പലരും യൂസ് ചെയ്യുന്നതാണ്. ടബ്ബ്, ബക്കറ്റ്, ക്രേറ്റ്, അതുപോലെ തന്നെ ടാർപോളിൻ, ഇതൊക്കെ ഏതെങ്കിലും കാരണവശാലൊക്കെ തട്ടി മുട്ടിയൊക്കെ ക്രാക്കും അതൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്ത് കാണിച്ചത്. അപ്പോൾ അതായത് നമ്മുടെ ചെറിയ പിങ്ക് ജയൻറ്റ് ഗൗരാമി എടുക്കുന്ന ആ ടബ്ബിൽ നിന്ന് നമ്മുടെ ആൽഗെ വാട്ടർ കളക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ടബ്ബിലേക്ക് ഒഴിക്കാനായിട്ട് നമ്മൾ ഈ ഓസ്കാർ ഇടാൻ പോകുന്ന ആ ടബ്ബിലേക്ക് നമ്മൾ കുറച്ച് ആൽഗെ വാട്ടർ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതേ കണ്ടില്ലേ, അതിലേക്ക് കുറച്ച് നമ്മളൊരു 25% ആൽഗെ വാട്ടർ നമ്മൾ ഓൾറെഡി ഒഴിച്ച് നിറച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ലൊക്കേഷൻ കണ്ടില്ല, ഇത് ട്രസ്സിൻ്റെ അടിയിലാണ് ഇരിക്കുന്നതെങ്കിലും സൈഡിൽ നിന്ന് അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ മീനുകൾക്ക് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ആൽഗെ വാട്ടറാണ് മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു 25% ആൽഗെ വാട്ടർ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഒരു 75% നമുക്ക് ടോപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളറായിരിക്കും വെള്ളത്തിന് വരുന്നത്. അപ്പോൾ മീനുകളെ അതിലേക്ക് ഇടുമ്പോൾ അവർ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ സൺലൈറ്റൊക്കെ അടിച്ച് വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രീൻ കളറിലേക്ക് വന്നോളും. അപ്പോൾ അത് നമ്മൾ വെള്ളം ഒരു 75% ടോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് സോൾട്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മീനുകളുടെ സ്ട്രെസ് കുറയ്ക്കാനും അതുപോലെ പെട്ടെന്ന് വരുന്ന ഈ അസുഖങ്ങളുടെ ഈ വൈറ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഫംഗസ് പോലുള്ളതൊക്കെ നമ്മൾ പെട്ടെന്ന്, ഇവർ ഇൻഡോർ ആയിരുന്നു ഇത്ര ദിവസം ഇരുന്നായിരുന്നത്, പെട്ടെന്ന് നമ്മൾ ഇതിലേക്ക് മാറ്റുമ്പോൾ സഡൻ ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക ആംബിയൻസ് ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ സ്ട്രെസ് വരും. ആ സ്ട്രെസ്സിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഇടുമ്പോൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇടുന്നതാണ് നല്ലത്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ആ സിലിക്കോൺ വെച്ച് നമ്മൾ റിപ്പയർ ചെയ്തത്. വാട്ടർ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കണ്ടില്ലേ, നല്ല സോളിഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ടബ്ബാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓൾറെഡി ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പോർഷൻ കറക്റ്റായിട്ട് തന്നെ അതിൽ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നമ്മൾ ഇതുപോലെ ഫുള്ളായി ടോപ്പ് ചെയ്ത് കൊടുത്തിട്ടും വേറെ ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലായി സിലിക്കോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റിപ്പയർ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ കണ്ടെയ്നറിൽ നിന്ന് നമ്മൾ കുറച്ച് വെള്ളം പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്രയും വെള്ളം മതി, കാരണം ഓൾറെഡി നമ്മൾ അതിനകത്ത് അത്യാവശ്യം വെള്ളം നിറച്ചിട്ടുണ്ട് ടബിനകത്ത്. സ്ട്രൈറ്റ് ഇതിലേക്ക് ലൈറ്റ് അടിക്കില്ല, പക്ഷേ ഈ സൈഡിൽ നിന്നൊക്കെ കണ്ടില്ലേ ലൈറ്റ് വരും. അപ്പോൾ ആൽഗെ വാട്ടർ നമുക്ക് കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും.
ഇതിനകത്ത് നമ്മൾ എയറേഷനും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. എയറേഷൻ കൊടുക്കേണ്ട ഒരു മീനാണ് ഈ ഓസ്കാർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ നോക്കിയും കണ്ടും വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ പിന്നെ വേറെ സെപ്പറേറ്റ് എയറേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത ദിവസം മുതലേ നമ്മൾ ഇവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങും. അപ്പോൾ ആ ഫുഡിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ ഇവരുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആകുമ്പോൾ ഈ ആൽഗ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ വെള്ളം കുറച്ചും കൂടി ഗ്രീൻ കളറിലേക്ക് മാറിക്കോളും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല എന്താ പറയുക, ക്ലിയർ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങളൊക്കെ അടിക്കുന്നതാണ്. പിന്നെ വല്ലാതെ ചൂട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ സ്ട്രെസ് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ഇപ്പോൾ തന്നെ കണ്ടില്ലേ, കുറച്ച് ക്ലൗഡി ആയതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രശ്നമില്ല, ഗ്രീൻ കളർ ചെറുതായിട്ടുണ്ട്. അപ്പോൾ വലിയ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും വരില്ല. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വെള്ളം നല്ല രീതിയിൽ കണ്ടീഷൻ ആയിക്കോളും. ഇവർ തീരെ ചെറിയ സൈസ് ആയതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് നമ്മൾ ഈ ടബിൽ ഇടുന്നത്. ഇതിൽ കിടന്ന് ഇവർക്ക് വെക്കാവുന്ന ഒരു സൈസ് ഉണ്ട്. ആ സൈസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ സ്പേസിലേക്ക് മാറ്റാം. ജയൻറ്റ് ഗൗരാമികളെ നമ്മൾ ഇതിലിട്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ടൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. കാരണം ഈ ഒരു ടബിൽ വെക്കാവുന്ന ഒരു സൈസ് ഉണ്ട്. ആ സൈസിൽ അവർ വളരാറുണ്ട് ഈ ജയൻറ്റ് ഗൗരാമികൾ. പക്ഷേ ഈ ഓസ്കാറുകളുടെ കാര്യം എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവർ അതുപോലെ വളരുമെന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ടാങ്കിലേക്ക് ഇവരെ ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമുക്ക് നെറ്റിട്ട് ജസ്റ്റ് കവർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതേ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നാളെ മുതൽ നമ്മൾ ഫീഡ് ചെയ്ത് തുടങ്ങും. ഇൻഡോർ വെച്ച് ഇവർ നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാറുള്ളതാണ്. അപ്പോൾ പിന്നെ വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. അവർ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് തുടങ്ങിക്കോളും. ഇതിൻ്റെ തൊട്ടടുത്താണ് മറ്റേ ഫ്രിഡ്ജ് ബോക്സ് ഇരിക്കുന്നത്. അതിനകത്താണ് നമ്മുടെ ആദ്യം വാങ്ങിയ ടൈഗർ ഓസ്കാറുകൾ കിടക്കുന്നത്. അതിനകത്തൊരു ആൽബിനോ സക്കറും കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആൽബിനോകൾ മാത്രമാണ് ഇൻഡോർ ഇരിക്കുന്നത്. അവരുടെ ടാങ്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റിയിട്ട് വീഡിയോ ഇടാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം.